ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വിസ്മിക്ക് ചെല്ലട്ടെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഈസി സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മധുരക്കിഴങ്ങാണ് കേട്ടോ എടുക്കുന്നത്. ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ 2 മധുരക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് അത്യാവശ്യം നല്ല മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ കട്ടാക്കിയാൽ മതി. കഴുകിയതിന് ശേഷമേ കട്ടാക്കാവുള്ളൂ, അതിന് മുമ്പ് കട്ടാക്കരുത് കേട്ടോ. അല്ലെ പിന്നെ ഇത് കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ഒരു മണ്ണും ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായി കഴുകി തുടച്ചതിന് ശേഷം ഇതുപോലെ കട്ടാക്കി എടുക്കാം. എന്നിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ കുറേ അധികം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ ചില മധുരക്കിഴങ്ങ് ഉപ്പ് ചേർത്താൽ വേഗം താമസം ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ കുക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നന്നായി വെന്തിട്ടുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം വെന്ത് ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചൂടോടെ തന്നെ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് പതുക്കെ ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. പെട്ടെന്ന് തന്നെ തോലൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. നമ്മളിവിടെ പെരിന്തൽമണ്ണയൊക്കെ ഇതിന് മധുരക്കിഴങ്ങ് എന്ന് പറയും. അപ്പോൾ നിങ്ങളിതിന് എന്താണ് പേര് പറഞ്ഞതെന്ന് പറയണം കേട്ടോ. പല സ്ഥലത്ത് ഇതിന് പല പേരാണ് ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെ പേരാണ് പറഞ്ഞതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തോലൊക്കെ കളഞ്ഞെടുത്തതിന് നമുക്കിതുപോലെ ഇന്ന് കുത്തി ഉടച്ചെടുക്കാം. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു സാധനം കൊണ്ടോ. ഈ ഒരു സാധനം നല്ല ഉപകാരം കേട്ടോ. നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ നോമ്പിനൊക്കെ നമ്മൾ ഒരുപാട് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട് അല്ലേ കൂടുതലായിട്ട്. അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു സാധനം കുത്തിയെടുക്കുന്ന ഈ ഒരു മാഷർ നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതൊരു ഫോർക്ക് കൊണ്ടും ഉടച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടകൾ ചെറിയൊരു കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഇതിന് പകരം ഒന്നില്ലെങ്കിൽ മൈദ ചേർക്കാം. മൈദ വേണ്ട എന്നുള്ളവർക്ക് അരിപ്പൊടി ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ഒരു 3-3.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ പിന്നെ എന്താ പറയുക, പുറമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ. ഞാൻ 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളതിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര വേണമെന്ന്. അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും 1 പച്ചമുളകും ചെറുതായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുത്തിട്ട്, അതുപോലെ 1 മീഡിയം വലിപ്പമുള്ള സവാള വളരെ കുഞ്ഞാക്കി ചോപ്പാക്കി എടുത്തത് അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതാണ്, ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ചതച്ചതുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ ഉള്ളിയും കറിവേപ്പിൻ്റെയും നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഈ മധുരക്കിഴങ്ങിലേക്ക് ഫുള്ളായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള കോൺഫ്ലവറും ഈ മധുരക്കിഴങ്ങ് ഉടച്ചെടുത്തതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. പെട്ടെന്ന് ഇനി ഒരുപാട് ഇത് കയ്യിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പം നമ്മളിത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ മധുരക്കിഴങ്ങിൻ്റെയൊക്കെ സീസണാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം മധുരക്കിഴങ്ങൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചെറിയൊരു മധുരവും ചെറിയൊരു എന്താ പറയുക എരിവും ആ പച്ചമുളകിൻ്റെ എരിവും എല്ലാം ചേർത്തിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഉള്ളിവടയുടെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. പിന്നെ ഇപ്പോൾ ഈ കട്ട്ലറ്റിന് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയില്ലേ, അതേപോലെ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്നുവടയുടെ ഇപ്പോൾ ഷേപ്പ് ഉണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വരുമ്പോൾ എത്ര ഷേപ്പ് ആകുമെന്ന് പറയാൻ പറ്റില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മളിത് കോൺഫ്ലവർ ചേർത്തുകൊണ്ട് ജസ്റ്റ് 2 ടേബിൾ സ്പൂൺ അല്ലേ ചേർത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് പുറം മാത്രം ഒന്ന് ചെറുതായിട്ട് ക്രിസ്പി ആകും, എന്നാൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് കോൺഫ്ലവർ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക കുറച്ച് നല്ലോണം ക്രിസ്പി ആകും, പുറം പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇത് മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതുപോലൊരു പരന്ന പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് ഓയിൽ മതി കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കും. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ആക്കി എടുത്തത്. നിങ്ങളിത് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോ ഒന്നും വെക്കേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫുള്ള് ഹൈയിലാണ്, രണ്ടാമത്തെ ബാച്ച് ഹൈയിലാണ്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ ബാച്ച് ഹൈയിലിട്ടിട്ട് ഇനി ഒരുപാട് എണ്ണ അങ്ങോട്ട് കട്ട ചൂടായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു മീഡിയത്തിലാക്കി കൊടുത്ത് എണ്ണയുടെ ചൂട് ക്രമീകരിച്ച് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് റിങ്ങിനെ റെഡിയാക്കി എടുക്കുന്നത്. ഇത് കണ്ടോ, ഒരു ഭാഗമായി നന്നായിട്ടൊന്ന് മുരിഞ്ഞു എന്ന് കാണുമ്പോൾ മാത്രം ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പതുക്കെ ഒന്ന് തിരിച്ചിട്ടാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്ക് ആയതുകൊണ്ട് പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ട് ഭാഗം ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇത് വലിച്ചെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ ഒരു വിരുന്നുകാർ വരുമ്പോഴൊക്കെ നമ്മളിത് റെഡിയാക്കി കൊടുത്താൽ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, എന്നാൽ ഇത് മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നൂല്ല. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി, രണ്ടാമത്തതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉഴുന്ന് വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ. അത് വായിലിട്ടാൽ എലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതേപോലത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കൊണ്ടു. അഭിപ്രായങ്ങളൊക്കെ കുറവാണ് വരുന്നത്, വ്യൂവേഴ്സ് ഇപ്പോൾ ഒരുപാട് കുറവാണ്. അത് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിലേക്ക് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.